ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ 5ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പുരാതന കാലം മുതലുള്ള സങ്കല്പമാണ് പൊതുജനാഭിപ്രായം. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള നിർവചനങ്ങളൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുജനാഭിപ്രായം എന്നുള്ളൊരു സങ്കല്പം പുരാതന കാലം മുതലേ, അതായത് ഈ ഗ്രീക്ക് റോമൻ ജനാധിപത്യത്തിന്റെ കാലം മുതലേ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ പൊതുജനാഭിപ്രായം ദൈവിക അഭിപ്രായം എന്ന് വിലയിരുത്തപ്പെട്ടു. പ്രത്യേകിച്ചും നിക്കോള മാക്കിയവെല്ലിയെ പോലുള്ള ചിന്തകര് പൊതുജനാഭിപ്രായത്തെ ദൈവിക അഭിപ്രായം എന്ന രീതിയിലാണ് വിലയിരുത്തിയിരുന്നത്. പിന്നീട് മധ്യകാലത്ത് ജനാധിപത്യത്തിന്റെ മാർഗരേഖ അല്ലെങ്കിൽ ചാലക ശക്തി എന്ന് വിലയിരുത്തി. പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും ജനാധിപത്യത്തിന്റെ ആവിർഭാവമൊക്കെ വരുന്ന കാലത്ത് റൂസോയെ പോലുള്ള ചിന്തകര് ജനാധിപത്യത്തിന്റെ മാർഗരേഖ അല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കുന്ന ശക്തി എന്നുള്ള രീതിയിലാണ് പൊതുജനാഭിപ്രായത്തെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഒരു വിഷയത്തെ കുറിച്ചിട്ടും എല്ലാവരുടേതുമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഏതെങ്കിലുമൊക്കെ ആളുകൾ അതിനെ എതിർക്കുകയും അനുകൂലിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം എന്നുള്ള രീതിയിലല്ല നമ്മൾ പൊതുജനാഭിപ്രായത്തെ പറയുന്നത്. മറിച്ച് ഒരു പൊതുവിഷയത്തിൽ പൊതു താല്പര്യം സംരക്ഷിക്കുന്ന പൊതുവായ അഭിപ്രായം എന്ന് നിർവചിക്കാം. അതായത് പൊതുവെ ഭൂരിഭാഗം ആളുകളുടേതായിട്ടുള്ള എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുജനാഭിപ്രായത്തെ വിലയിരുത്തുന്നത്. ഇനി ഒരു അഭിപ്രായത്തെ പൊതുജനാഭിപ്രായമാണോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ക്രൈറ്റീരിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തേത്, വ്യക്തികളുടെയോ വിഭാഗങ്ങളുടെയോ അഭിപ്രായമല്ലാതെ പൊതുവായ അഭിപ്രായമാകണം. വ്യക്തികളുടെ അഭിപ്രായമാകരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതുകൂടാതെ വിഭാഗങ്ങളുടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയോ അഭിപ്രായമാകരുത്, പൊതുവായ അഭിപ്രായമാകണം. അതായത് അതിനകത്ത് എല്ലാ പാർട്ടിയിലും പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ സമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സ്ത്രീ പുരുഷ അതുപോലെ ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും അഭിപ്രായം എന്നുള്ള രീതിയിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഭൂരിപക്ഷമുള്ള മതവിഭാഗമാണെങ്കിൽ അതുപോലെ തന്നെ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം നമുക്ക് അവിടെ ലഭിക്കും. പക്ഷെ അത് പൊതുജനാഭിപ്രായം എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാകരുത്, പൊതുവിൽ സമൂഹത്തിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയണം. ഇനി സ്ഥിരതയുള്ളതും ഉറച്ചതുമായ അഭിപ്രായമാകണം. അതായത് അവർക്ക് ആ കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തമായ ബോധത്തിലുള്ള അഭിപ്രായമായിരിക്കണം. അതായത് നാളെയോ മറ്റന്നാളോ വേറെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അവരുടെ അഭിപ്രായം മാറുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. വ്യക്തമായിട്ടുള്ള ഉറച്ചതായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കണം. പിന്നെ പരമാവധി ആളുകളുടെ പൊതുവായ അഭിപ്രായമാകണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ ആളുകളുടെയും ഒരേ അഭിപ്രായം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സമൂഹത്തിൽ ലഭിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും പരമാവധി ആളുകളുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഇനി പൊതുജന താല്പര്യം മുൻനിർത്തുന്നതും ന്യൂനപക്ഷങ്ങൾക്ക് യോജിക്കാവുന്നതുമാകണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പൊതുജനാഭിപ്രായം എന്ന് പറയില്ല. അത് പൊതുജന താല്പര്യം സംരക്ഷിക്കുന്നതായിരിക്കണം. ആ അഭിപ്രായം ഉള്ള ആളുകളുടെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും. ഇനി ആ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം കൂടി ആയിരിക്കണം. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയാൻ കഴിയുന്നത്, ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ വാക്സിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു, അത് എടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ അത്തരത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ അതിന്റെ ഗുണങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഭിപ്രായമായിരിക്കണം. അതിലൂടെ യോജിക്കാത്ത ആളുകൾക്കും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള അഭിപ്രായത്തിനെയാണ് നമ്മൾ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. അടുത്തത് പൊതുജനാഭിപ്രായത്തിന്റെ ഫോർമേഷൻ അഥവാ രൂപീകരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വിദഗ്ധർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു.
പൊതു താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമുക്കറിയാം. പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ചയായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുല്ലപ്പെരിയാർ എന്നുള്ള അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയങ്ങൾ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കോവിഡ് പോലുള്ള ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ. അങ്ങനെ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള വിഷയങ്ങൾ സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധര്, അതായത് ആ വിഷയം പഠിച്ചവര്, അതിനകത്തുള്ള ശാസ്ത്രജ്ഞര് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകര് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇതിൽ ചിലത് നിരാകരിക്കപ്പെടുകയും ചിലത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം, സമൂഹത്തിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ചില അഭിപ്രായങ്ങൾ ആളുകൾ സ്വീകരിക്കില്ല, ചില ആളുകൾ സ്വീകരിക്കും. പൊതുജനങ്ങൾ ഈ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങൾ ഈ അഭിപ്രായങ്ങൾ അതേപടി സ്വീകരിക്കല്ല ചെയ്യുക. ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനകത്ത് മാറ്റം വരുത്തും. ഇനി അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുള്ളത് ഈ അഭിപ്രായങ്ങൾ ആദ്യം പറഞ്ഞ വ്യക്തികൾ തിരിച്ചറിയുന്ന സമയത്ത് അവർ തന്നെ അതിനെ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ അഭിപ്രായം അതിൻ്റെ ഒരു ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉറച്ച രൂപത്തിൽ എത്തുന്നു. ഇത്തരത്തിൽ പൊതുജന താല്പര്യം മുൻനിർത്തിയുള്ള സ്ഥിരീകരിച്ച അഭിപ്രായങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായം അല്ലെങ്കിലും പൊതുജന അഭിപ്രായമായി കണക്കാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലല്ല, അത് പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പൊതുവിലുള്ള അഭിപ്രായം എന്നുള്ള രീതിയിലാണ്. അത് സമൂഹത്തിലെ ന്യൂനപക്ഷം ആളുകളാണ് പറയുന്നുള്ളൂ എങ്കിലും നമ്മൾ അതിനെ പൊതുജന അഭിപ്രായമായിട്ട് കണക്കാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്കറിയാം. അത് മോശമാണ്, അത് പരമാവധി ഉപയോഗിക്കരുത്, നമ്മൾ പേപ്പർ ബാഗുകൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകളും പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതിയിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതാണ് പൊതുജന അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് സമൂഹത്തിന്റെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും പൊതുവായിട്ടുള്ള താല്പര്യത്തെ സംരക്ഷിക്കുന്ന അഭിപ്രായമാണെങ്കിൽ നമ്മൾ അതിനെ പൊതുജനാഭിപ്രായം എന്ന് വിളിക്കും. ആ രീതിയിൽ നമുക്ക് എന്ത് പറയാം, പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പൊതുജനാഭിപ്രായമാണെന്ന് പറയാം. ഇത്തരത്തിൽ സമൂഹത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കുന്ന അഭിപ്രായമാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ ഇല്ലെങ്കിലും നമുക്കതിനെ പൊതുജനാഭിപ്രായം എന്ന് പറയാം. ഇനി പൊതുജനാഭിപ്രായത്തിന് ജനാധിപത്യത്തിലുള്ള റോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ജനാധിപത്യത്തിന്റെ ചാലക ശക്തിയാണ് പൊതുജനാഭിപ്രായം എന്നുള്ളത്. അതായത് ജനാധിപത്യ പ്രക്രിയ എങ്ങനെ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് പൊതുജനാഭിപ്രായത്തെയാണ് ആശ്രയിക്കുന്നത്. പാർട്ടികളും നേതാക്കളും അതുപോലെ മറ്റ് സംഘടനകളും, ജാതി മത സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം തന്നെ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായകമാണ് എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സഹായിക്കുന്നു. അതായത് ഇപ്പോൾ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുജനാഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ആ തരത്തിൽ പെരുമാറാൻ വേണ്ടിയിട്ട് അവരെ അത് സഹായിക്കും. പിന്നെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആളുകളുടെ പിന്തുണ വേണം എന്നുള്ള കാരണം കൊണ്ട് അവർ അതിനനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പൊതുജനാഭിപ്രായത്തിനുള്ള ഒരു സ്വാധീനമാണ്. ഇനി അഭിപ്രായ സ്വാതന്ത്ര്യം പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് ആവശ്യമാണ്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് അതുപോലെ ഫ്രീഡം ഓഫ് തോട്ട്, ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും ഉള്ളൊരു സ്വാതന്ത്ര്യം സമൂഹത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പൊതുജനാഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇനി പബ്ലിക് ഒപ്പീനിയനിന്റെ ഏജൻസ് അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും അതിൽ വരുന്നത് പ്രസ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളാണ്. അതിനകത്ത് ദിനപത്രങ്ങളുണ്ട്, അതുപോലെ മാഗസിനുകളുണ്ട്, ആഴ്ചപ്പതിപ്പുകൾ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള വാരികകളും മാസികകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതിൽ ദിനപത്രങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം എന്ന് നമുക്കറിയാം. കാരണം കൂടുതൽ ആളുകൾ വായിക്കുന്നതും ആളുകളുടെ ഒരു നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ദിനപത്രങ്ങളാണ്. അതുകൊണ്ട് അതിന് വലിയ സ്വാധീനമുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്കറിയാം, വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിൽ എന്ത് നടക്കുന്നു, അതുപോലെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ആളുകളെ അറിയിക്കുന്നുണ്ട്. അതിലുപരി
എഡിറ്റോറിയല്, മറ്റ് പംക്തികൾ എന്നിവയിലൂടെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നു. ഓരോ പത്രങ്ങൾക്കും എഡിറ്റോറിയലുകളുണ്ട്. അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ ഓരോ കോളങ്ങളൊക്കെ എഴുതുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ പത്രമാധ്യമങ്ങൾക്കകത്തുണ്ട്. അതിലൂടെ അവർ ഇവരുടെ വീക്ഷണങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആളുകളുടെ പൊതുജനാഭിപ്രായത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മാധ്യമങ്ങൾ വ്യവസായ കാലത്ത് വ്യാജ വാർത്തകളും താല്പര്യ സംരക്ഷണവും നടത്തുന്നത് ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ മാധ്യമം എന്ന് പറയുന്നത് കൂടി ഒരു വ്യവസായമാണ്. അപ്പോൾ വ്യവസായികളാണ് അത് നടത്തുന്നുണ്ടായിരിക്കുക. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യ വരുമാനമാണ് ഈ പത്രമാധ്യമങ്ങളുടെ പ്രധാനമായിട്ടുള്ള വരുമാനം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പരസ്യം കൊടുക്കുന്ന ആളുകളെ കുറിച്ചിട്ട് അവർ ഒരുപക്ഷെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. ആ വാർത്തകൾ ചിലപ്പോൾ അവർ മൂടി വയ്ക്കും. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാഷ്ട്രീയക്കാരെ ഒക്കെ കുറിച്ചിട്ട് അവർ ഈ രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കാത്തത് ഈ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അടുത്തത് വരുന്നത് പീപ്പിൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളാണ്. വിവിധ തരത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ, സാമൂഹ്യ പ്രവർത്തകർ, വിഷയ വിദഗ്ധരെ തുടങ്ങിയവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കും. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ കായിക താരങ്ങൾ തുടങ്ങിയ ആളുകളുടെ ഇടയിൽ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ജാതി മത സംഘടനകളുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തകര് തുടങ്ങിയിട്ടുള്ള ആളുകൾ, സാഹിത്യകാര് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവര് ഓരോ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതാണ്. പിന്നെ വരുന്നത് പ്ലാറ്റ്ഫോംസ് ആണ്. പൊതുസമ്മേളനങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ തുടങ്ങിയിട്ടുള്ള പൊതുപരിപാടികളാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങൾ ഇത്ര വ്യാപകമാവാത്ത കാലത്താണ് കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത്. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജാതി മത സംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ട്. അതിൽ പ്രസംഗങ്ങൾ ഉണ്ടാവും, പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അവരുടെ അഭിപ്രായം പറയുന്നത് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കും നമുക്കറിയാം. പക്ഷെ ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഇത്ര വ്യാപകമായ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സ്വാധീനം കുറവാണ്. കൂടുതലായിട്ടും ഇന്നത് ശക്തി പ്രകടനത്തിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന എത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, അവരുടെ പരിപാടിക്ക് ഇത്ര ആളുകൾ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും, ഇവര് ഇത്രയും സപ്പോർട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ സപ്പോർട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ള രീതിയിൽ അവരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി ഇലക്ട്രോണിക് മീഡിയയാണ്. നമുക്കറിയാം, ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയവയാണ് ആദ്യകാലത്ത് നമ്മൾ ഇലക്ട്രോണിക് മീഡിയ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അതിനകത്ത് ഇന്റർനെറ്റ് മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയവ കൂടി കടന്നു വന്നിട്ടുണ്ട്. വാർത്തകളാണ് പ്രധാനമായിട്ടും ടെലിവിഷൻ, റേഡിയോക്കകത്ത് ഉണ്ടായിരുന്നത്. ഏറെക്കുറെ പത്രമാധ്യമങ്ങൾ ചെയ്തിരുന്ന അതേപോലെ തന്നെയാണ് ടെലിവിഷൻ, റേഡിയോക്കകത്ത് വരുന്നത്. ഇനി ഇന്റർനെറ്റ് മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ആവുമ്പോൾ അതിനകത്ത് വാർത്തകൾക്ക് പുറമെ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും അങ്ങനെ അഭിപ്രായങ്ങൾ പ്രചരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. ഇനി ഇന്റർനെറ്റ് മാധ്യമങ്ങളുടെ സവിശേഷത നമുക്കറിയാം, അത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നതാണ്, പെട്ടെന്ന് ഷെയർ ചെയ്യപ്പെടും എന്നുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അടുത്തത് വരുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും പൊതുജനാഭിപ്രായത്തെ അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി അവർ പല പ്രവർത്തനങ്ങൾ നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് സമ്മേളനങ്ങൾ നടത്തുന്നതിനെ കുറിച്ചിട്ട്, അതുപോലെ ലഘുലേഖകൾ, നോട്ടീസുകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവയൊക്കെ അവരെ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് ലെജിസ്ലേച്ചർ ആണ്. നിയമനിർമ്മാണ സഭകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും കടന്നുപോയാണ് പാർലമെന്റ് ബില്ലുകൾ നിയമമാക്കുന്നത്. ഇത് ജനശ്രദ്ധ ആകർഷിക്കുകയും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പൗരത്വ ഭേദഗതി നിയമം, അതുപോലെയുള്ള ഏക സിവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള പല നിയമങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇത് പാർലമെന്റ് ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുന്നത് പലതവണ ചർച്ച ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ രാജ്യസഭയിൽ, അതിനുശേഷം ലോകസഭയിൽ നിന്നുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടുമാണ് ഈ സമയത്തൊക്കെ ഇതിനെ കുറിച്ചിട്ട് ജനശ്രദ്ധയും വാർത്തകളൊക്കെ വരുന്നതിലൂടെ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും രൂപപ്പെട്ടു വരുന്നു.
പിന്നെ വരുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സിലബസിന്റെ ഭാഗമായും അല്ലാതെയും വരുന്ന വായന, ചർച്ചകൾ തുടങ്ങിയവ സ്വാധീനിക്കുന്നു. നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പൊളിറ്റിക്കൽ തിയറിയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങൾക്കകത്ത് മാറ്റങ്ങൾ വരാം. ഇനി സിലബസിന് പുറമെ നമുക്കറിയാം സെമിനാറുകൾ, അതുപോലെ ഡിബേറ്റുകൾ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ക്യാമ്പസിൽ നടക്കും. അത്തരം കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ അധ്യാപകരുടെ, അതുപോലെ തന്നെ നമ്മുടെ സഹപാഠികളുടെ, സുഹൃത്തുക്കളുടെ അവരുമൊക്കെ ആയിട്ടുള്ള സമ്പർക്കം നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഗവൺമെന്റ് ആണ്, അതായത് സർക്കാരുകൾ തന്നെ. സർക്കാരുകൾ അവരുടെ നേട്ടങ്ങൾ പരസ്യപ്പെടുത്തുകയും അതുപോലെ PR വർക്കുകൾ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങളിലൂടെയും സ്വാധീനിക്കുന്നു. നമുക്കറിയാം പത്രങ്ങളിലും TV-കളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും ഉൾപ്പെടെയൊക്കെ സർക്കാരുകൾ അവരുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നത്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ജനങ്ങളുടെ അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഗവൺമെന്റുകൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് പ്രൊപ്പഗാണ്ടയാണ്. പ്രൊപ്പഗാണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനാഭിപ്രായം സ്വാധീനിക്കാൻ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ജനങ്ങളുടെ അഭിപ്രായം സ്വാധീനിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രൊപ്പഗാണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് സത്യമോ നുണയോ ആകാം എന്നുള്ളതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള പ്രത്യേകത. അതായത് ഒന്ന്, ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം, അതിലൂടെ ആളുകളുടെ അഭിപ്രായം സ്വാധീനിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നുണയായിരിക്കാം. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ കേരളത്തെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കുറിച്ചിട്ട് നുണയൊക്കെ ചിലപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കും. അതുപോലെ സത്യമോ നുണയോ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അനുകൂലമായിട്ടുള്ള അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രൊപ്പഗാണ്ട എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് പ്രൊപ്പഗാണ്ടയിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് മറ്റ് വിഭാഗക്കാർ അവരുടെ പ്രൊപ്പഗാണ്ട ഇതുപോലെ പ്രചരിപ്പിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.